മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ മഞ്ജുവും സാഹറും ഈ കടൽ തീരത്ത് കൂടെ ഓടി നടക്കുന്ന സമയത്താണ് അതിലൂടെ കരുണയും ഉണ്ണിയും കൂടി വരുന്നത് നമ്മളുടെ മഞ്ജുവിൻ്റെ ശ്രദ്ധയപ്പെടുന്നത്. ആ സമയത്ത് മഞ്ജു ആണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നുണ്ട്. കാരണം സാഹറിനെ എങ്ങാനും അവർ കണ്ടിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകുമെന്ന് മഞ്ജുവിനെ അറിയാം. കണ്ണനും മാർക്കോയും പ്രത്യേകം പറഞ്ഞിരുന്നത് സാഹറിനോട് 2 ദിവസത്തേക്ക് വെളിയിലേക്ക് ഇറങ്ങണ്ടാന്ന്. പെട്ടെന്ന് തന്നെ നമ്മളുടെ മഞ്ജു ആണെങ്കിൽ സാഹറിനെ പിടിച്ച് വലിച്ച് തിരിച്ച് നിർത്തിയിട്ട് പറയുന്നുണ്ട്. കരുണയെടുത്തിയും ഉണ്ണിയേട്ടനും അതിൽ വരുന്നുണ്ട്. ആ മോനും മരുമോളും നമ്മളെ കണ്ടോ മഞ്ജു എന്ന് ചോദിക്കുമ്പം കണ്ടില്ല എന്നാണ് തോന്നണേ. എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം, ഇല്ലെങ്കിൽ പ്രശ്നമാവും സാഹറേട്ട. കണ്ണേട്ടനും മാർക്കോയൊക്കെ തിരിച്ചു വന്നെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിനി വെറുതെ ഇരിക്കില്ല. എന്തായാലും 2 ദിവസം അവർ സന്തോഷിക്കട്ടെ. അതിൻ്റെ ഉള്ളിൽ കണ്ണേട്ടനും ഏടത്തെയും കമലേശ്വരത്തേക്ക് തിരിച്ചു ചെല്ലും. അതിനുശേഷം അവരറിഞ്ഞാൽ മതി സാഹറേട്ടനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന്. ഇല്ലെങ്കിൽ പിന്നെ ആ മേഘന എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല എന്ന്. ആ സമയത്ത് സാഗർ പറയുന്നുണ്ട്, നമ്മളെങ്ങനെ ഇനി വണ്ടിയുടെ അടുത്ത് വരെ എത്തും മഞ്ജു എന്ന്. ഇതേ സമയം നമ്മളുടെ കരുണയും ഉണ്ണിയാണെങ്കിൽ ഇവർ നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് തന്നെയാണ് കേട്ടോ നടന്നു വരുന്നത്. അങ്ങനെ മഞ്ജു പതിയെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് കാണുന്നുണ്ട് കരുണയും ഉണ്ണിയും വരുന്നത്. അങ്ങനെ അകലേന്ന് ഈ മഞ്ജുവിനെയും സാഗറിനെയും കാണുന്ന കരുണ പറയുന്നുണ്ട്, ആ നിൽക്കുന്നത് മഞ്ജുവിനെ പോലെ തോന്നുന്നുണ്ടല്ലോ, ഇനി അത് മഞ്ജു ആണോ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു ഒന്നും ആയിരിക്കില്ല, മഞ്ജു ഇപ്പോൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ആ പെണ്ണിൻ്റെ കൂടെ ഒരു ചെറുക്കനുണ്ടല്ലോ, അത് മഞ്ജു ആവാൻ ഒരു വഴിയില്ല. എന്തായാലും നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് കണ്ട് അടിച്ചു പൊളിച്ച് സന്തോഷിച്ചിട്ട് പോകാമെന്നും പറഞ്ഞ് ഉണ്ണിയും കരുണയും അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മഹാലക്ഷ്മിനെയും മഹാലക്ഷ്മിയുടെ അമ്മേനെയാണ്. മഹാലക്ഷ്മിയുടെ അമ്മ മഹാലക്ഷ്മിയോടായിട്ട് പറയുന്നുണ്ട്, നിൻ്റെ രണ്ടാനച്ഛനും ആ മുത്തശ്ശിയും ഭയങ്കര സന്തോഷത്തിലാണ്, അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വന്നപ്പം അവരെന്നോട് മോശമായിട്ട് സംസാരിച്ചൊന്നുമില്ല. അപ്പോൾ അമ്മ ഇങ്ങോട്ട് വരുന്നതാണെന്ന് അവർക്ക് അറിയുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ മാർക്കറ്റിൽ പോകാമെന്നും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ കരുണയുടെ അച്ഛൻ പതിവില്ലാതെ എന്നോട് മാർക്കറ്റിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും ഒറ്റയ്ക്ക് പോയിക്കോളാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോന്നു. ഇപ്പോൾ അവർ രണ്ടുപേരും കണ്ണനും മാർക്കോയും മരിച്ചു, സാറ് ഗുരുതരാവസ്ഥയിൽ കിടക്കുക എന്നുള്ള സന്തോഷത്തിലാണ്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, അവർ സന്തോഷിക്കട്ടെ അമ്മേ, അവർക്ക് അതിനല്ലേ പറ്റുള്ളൂ. എന്തായാലും ദൈവങ്ങൾ വിചാരിക്കാതെ എനിക്കോ കണ്ണേട്ടനോ ഒരാപത്തും വരില്ല. പിന്നെ മാർക്കോ ഞങ്ങളെക്കാളും കൂടുതൽ ദൈവാനുഗ്രഹം ഉള്ളവനാ, അവനക്ക് എന്തൊക്കെയോ ദിവ്യശക്തികളുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണേട്ടനും എനിക്കും എന്താപത്ത് സംഭവിക്കുമ്പോഴും അവിടെ മാർക്കോ ഓടിയെത്തുന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഒരു ആപത്തും വരുത്താൻ ആർക്കും സാധിക്കില്ല അമ്മേ. അത് ഞങ്ങളെ എപ്പോഴും അമ്പലത്തിൽ വെച്ച് കാണുന്ന ആ ഒരു അമ്മ എന്നോട് പറഞ്ഞിരുന്നു. കണ്ണേട്ടൻ ശബരിമലയ്ക്ക് പോകുമ്പം ഒത്തിരി സൂക്ഷിക്കണമെന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തായാലും കണ്ണേട്ടൻ്റെ മോശം സമയമൊക്കെ കഴിഞ്ഞു. ഇനി കണ്ണേട്ടനെ എന്നെ ദ്രോഹിക്കാൻ കരുണയുടെ അച്ഛനോ മുത്തശ്ശിക്കോ മേഘനാഥനോ ആർക്കും സാധിക്കില്ല എന്ന്. ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട്, അത് മാത്രമല്ല മോളെ, മോൾക്ക് ഒരിക്കലും ഒരമ്മയാവാൻ പറ്റില്ല എന്നും പറഞ്ഞ് അവരെപ്പോഴും എന്നെ പരിഹസിക്കാറുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മോളും മോനും എന്നെ ആ ഒരു സന്തോഷ വാർത്തയെ അറിയിക്കണമെന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, തോമസ് ഡോക്ടർ ഞങ്ങളോട് ഇത് തന്നെ അമ്മയെ പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞ് വേണമെന്ന്. എന്തായാലും അതിനു വേണ്ടി ഞങ്ങളുടെ ജീവിതം ഇന്ന് തന്നെ തുടങ്ങണമെന്നാണ് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞേക്കണേ. ഇന്നിപ്പോൾ ഞങ്ങളുടെ ജീവിതം ഇവിടെ വച്ചാൽ ഞങ്ങൾ തുടങ്ങാൻ പോണേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സാഹറും മഞ്ജു ആണെങ്കിൽ ഒരു പ്രകാരം ബൈക്കിൻ്റെ അവിടെ എത്തുന്നുണ്ട്. എന്നിട്ട് ഹെൽമെറ്റ് എടുത്ത് രണ്ടുപേരും തലയിൽ വെച്ച് വണ്ടിയിലിങ്ങനെ പോണ സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മളുടെ കരുണ വീണ്ടും നോക്കണ സമയത്ത് അത് മഞ്ജു ആണോ എന്നുള്ളൊരു സംശയം കരുണയ്ക്ക് തോന്നുന്നുണ്ട്. ഉണ്ണിക്കും അതുപോലെ തന്നെ അത് സാഗറാണോ എന്നൊരു സംശയം തോന്നുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ മഞ്ജു ആണെങ്കിൽ ഇവർ നോക്കണത് ശ്രദ്ധിക്കണമുണ്ട്. എന്നിട്ട് സാഗറിനോട് പറയുന്നുണ്ട്, അവർക്ക് നമ്മളെ മനസ്സിലായി എന്ന് തോന്നുന്നു സാഗറേട്ട, അവർ ശരിക്കും നമ്മളെ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട്, വേഗം വണ്ടി വിട്ടോളാൻ. അങ്ങനെ അവർ വേഗത്തിൽ വണ്ടി എടുത്ത് അവിടുന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മേഘനാഥനെയാണ്. മേഘനാഥനാണെങ്കിൽ വാമദേവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു വച്ചാൽ, പക്ഷേ ആ പ്രതാപൻ അയാളെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, അവൻ കൂടെ നിന്ന് ചതിക്കണവനാ, അവനെ നീ കണ്ണടച്ച് വിശ്വസിക്കുകയൊന്നും വേണ്ട. അതെനിക്കിന്ന് മനസ്സിലായി അച്ഛാ. കമലേശ്വരത്തെ സ്വത്ത് ഭാഗം വയ്ക്കണ കാര്യം പറഞ്ഞപ്പം അയാൾ എന്നോട് പറയാം ഫിനാൻസും കൺസ്ട്രക്ഷൻ കമ്പനിയും ഉണ്ണിക്ക് തന്നെ കൊടുക്കണം കേട്ടോ എന്ന്. ഇപ്പോഴേ അയാൾക്ക് സ്വത്തിൽ ആർത്തി മൂത്ത് തുടങ്ങി. അപ്പോൾ പിന്നെ സ്വത്തെല്ലാം അവരുടെ കയ്യിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്തായാലും എന്നെ അയാൾ അവിടുന്ന് ചവിട്ടി പുറത്താക്കാനാണ് സാധ്യത. അത് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട്, പ്രതാപൻ്റെ സ്വഭാവം വെച്ച് പ്രതാപൻ അതിനും മടിക്കില്ല. അയാളുടെ മോൾക്ക് തന്നെ എല്ലാ സ്വത്തും കിട്ടണമെന്നേ അയാൾ ആഗ്രഹിക്കുള്ളൂ. അതുകൊണ്ട് നിന്നെ എങ്ങനെയും അവിടെ നിന്ന് ഒഴിവാക്കാനായിട്ട് അവൻ നോക്കും. അതുകൊണ്ട് നീ നോക്കി നിന്നോളെ. ആ സമയത്ത് സീമന്തിന് വന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ കണ്ണൻ മരിച്ചാലും മഹാലക്ഷ്മി മരിച്ചാലും കമലേശ്വരത്തെ സ്വത്ത് നിനക്ക് എങ്ങനെയാടാ കിട്ടണേ?
ആ സാഹർ ഇപ്പോഴും ജീവനോടെ ഇരിക്കുകയല്ലേ. ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട്, സാഹർ ജീവനോടെ ഉണ്ടെന്നേ ഉള്ളൂ, മരിച്ചതിന് തുല്യമായിട്ടാണ് ജീവിക്കണേ. എന്തായാലും അവന് 2 ദിവസവും കൂടി ഞാൻ നോക്കും, എന്നിട്ടും അവൻ മരിച്ചില്ലെങ്കിൽ എൻ്റെ കൈകൊണ്ടായിരിക്കും അവൻ്റെ മരണം എന്ന്. ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട്, എടാ മേഘ, നീ ആവശ്യമില്ലാത്തതിനൊന്നും പോകരുത്, അവനിപ്പോൾ ആസ്പത്രിയിലാണ് ഉള്ളത്. അവിടെ ചെന്ന് നീ അവനെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നീ ജയിലിൽ പോകുന്നു. ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട്, ജയിലിൽ പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛാ, എന്തായാലും കമലേശ്വരത്തെ സ്വത്തും ഞാൻ ആഗ്രഹിച്ചതുപോലെ മഞ്ജും എൻ്റെ ജീവിതത്തിലേക്ക് വരൂലേ, പിന്നെ എന്താ എനിക്ക് കുഴപ്പം, കുറച്ച് ദിവസം ജയിലിൽ കിടക്കണമെന്നല്ലേ ഉള്ളൂ. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപനെയാണ്. പ്രതാപനാണെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് പ്രതാപൻ്റെ അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ, മേഘൻ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഉള്ള ഒരാളല്ല, അവനക്ക് കമലേശ്വരത്തെ സ്വത്ത് ഫുള്ളും വേണമെന്നുള്ള ആഗ്രഹം. അതെങ്ങനെയാണ് പ്രതാപ ശരിയാവണേ? അത് നമ്മളുടെ ഉണ്ണിക്കുട്ടനും കരുണമോൾക്കും അല്ലേ വേണ്ടത്, അല്ലാതെ എവിടെയോ കിടക്കണ മേഘനക്ക് അതിനെന്താ അവകാശം? അവനക്ക് കണ്ണൻ്റെ സ്വത്തിൽ അവകാശം എന്നെ എങ്ങനെയാണ് പ്രതാപമെന്ന് ചോദിക്കുമ്പം, അതല്ല അമ്മേ, മഞ്ജുവിനെ അവൻ തിരിച്ചു പിടിക്കുമെന്ന് അവൻ പറയണേ. മഞ്ജുവിനെ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ അവനക്ക് എന്തായാലും സ്വത്ത് കിട്ടും, അല്ലാണ്ട് അവനക്ക് സ്വത്തൊന്നും കിട്ടില്ല എന്ന് പറയുമ്പം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അതൊരിക്കലും നടക്കരുതടാ, മഞ്ജുവിനെ അവൻ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ കമലേശ്വരത്തെ സ്വത്തിൻ്റെ പകുതി അവനക്ക് കിട്ടും, അത് നമ്മൾ അനുവദിക്കാൻ പാടില്ല. എന്തായാലും മഞ്ജു അവൻ്റെ ജീവിതത്തിലേക്ക് ഇനി പോകുമെന്നൊന്നും എനിക്ക് തോന്നണില്ല അമ്മേ. അതുകൊണ്ട് തന്നെ മഞ്ജുവിന് കമലേശ്വരത്തു നിന്ന് സ്വത്തും കൊടുക്കൂല, പിന്നെ സ്വത്ത് കിട്ടാൻ പോകുന്നത് മൊത്തം ഉണ്ണിക്കും നമ്മളുടെ മോൾക്കും. അതുകൊണ്ട് മേഘനെ എങ്ങനെയും കമലേശ്വരത്തു നിന്ന് അകറ്റണം, മഞ്ജുവിനെ ഒരിക്കലും മേഘൻ്റെ കൂടെ വിടാൻ അനുവദിക്കരുത് എന്നൊക്കെ ഈ പ്രതാപൻ്റെ അമ്മ പ്രതാപനെ ഉപദേശിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഉണ്ണിയും കരുണയൊക്കെ പോയതിന് ശേഷം ദുർഗ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ഓരോന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഈ കണ്ണൻ്റെ സ്വത്തുക്കളെല്ലാം ഉണ്ണിക്കും മഞ്ജുവിനുമായിട്ട് വീതിച്ചു കൊടുക്കണം. ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും മഞ്ജുവിനെ മേഘൻ്റെ കൂടെ തന്നെ പറഞ്ഞു വിടണം. മേഘനെ അല്ലാതെ വേറൊരാളെയും എൻ്റെ മരുമകനായിട്ട് എനിക്ക് കാണാൻ പറ്റില്ല. എന്തായാലും അവന് ഒരുപാട് തെറ്റുകളൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ച് അവനെ വിട്ട് കളയാനൊന്നും പറ്റില്ല. എൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കണമെങ്കിൽ അവൻ ഞങ്ങളുടെ കൂടെ തന്നെ വേണമെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോളിംഗ് ബെല്ലടിക്കണ ഒച്ച കേൾക്കണത്. ആ സമയത്ത് ദുർഗ ഇത്ര പെട്ടെന്ന് ഉണ്ണിയും കരുണയും തിരിച്ചു വന്നു എന്നൊക്കെ മനസ്സിലാലോചിച്ചുകൊണ്ട് ഒന്ന് ഡോറ് തുറക്കുമ്പം ഫ്രണ്ടിൽ തന്നെ മേഘൻ നിൽക്കുന്നത് കണ്ടിട്ട് ദുർഗയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് മേഘനോട് ചോദിക്കുന്നുണ്ട്, എന്താ മേഘ, മരിച്ചവരുടെ വിവരം വല്ലതും അറിഞ്ഞു എന്ന് ചോദിക്കുമ്പം, ഇല്ല അപ്പച്ചി, ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല, അവരെ തിരിച്ചറിയാൻ സമയം എടുക്കും. എന്തായാലും അവർ കൊക്കയിൽ വീണ് അവരുടെ മുഖമൊക്കെ വികൃതമായി പോയതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ നമുക്ക് വിവരം അറിയാൻ പറ്റും. ഇനിയിപ്പോൾ ആ സ്വത്തുക്കളൊക്കെ നമ്മുടെ കൈ കിട്ടിയിട്ട് അത് എനിക്കും ഉണ്ണിക്കും വീതിച്ചെടുക്കണ വരെ ഒരു സമാധാനം ഉണ്ടാവില്ല. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, എന്തായാലും സാഗറും കൂടി മരിച്ചു കഴിഞ്ഞാൽ മഞ്ജു നിൻ്റെ ജീവിതത്തിലേക്ക് തന്നെ വരും, പിന്നെ നമുക്ക് പഴയതുപോലെ തന്നെ സന്തോഷമായിട്ട് ജീവിക്കാം. ആ സമയത്ത് മേഘം പറയുന്നുണ്ട്, ആ സാഗറിൻ്റെ ശരീരത്തിൽ ഒരിത്തിരി ജീവൻ അവശേഷിക്കുന്നുണ്ട്, അതാ ഇപ്പോൾ എൻ്റെ തലവേദന എന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, എന്തായാലും അവനിനി ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് തന്നെയല്ലേ ഡോക്ടർമാർ പറഞ്ഞത്, അതുകൊണ്ട് നീ ഇനി അതോർത്ത് ടെൻഷൻ ആവുമൊന്നും വേണ്ട. 2-3 ദിവസത്തിനുള്ളിൽ അവൻ്റെയും കഥ കഴിയും, പിന്നെ ഈ കാണുന്ന സ്വത്തുക്കളെല്ലാം നമുക്ക് സ്വന്തമാണ്. ആ സമയത്ത് മേഘം പറയുന്നുണ്ട്, എല്ലാം നമുക്ക് സ്വന്തമാണെങ്കിൽ വീണ്ടും പലരെയും നമ്മൾ തീർക്കേണ്ടി വരും അപ്പച്ചി. അതാരെയാടാന്ന് ചോദിക്കുമ്പം, വേറെ ആരെയല്ല, ആ മഹാലക്ഷ്മിയെ. ഇപ്പോൾ കണ്ണൻ്റെ സ്വത്തിൽ 3/4 ഭാഗവും മഹാലക്ഷ്മിയുടെ പേരിലല്ലേ, അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിയെ തീർത്താലേ നമുക്കത് കിട്ടുള്ളൂ. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, അതൊക്കെ ഇനി എളുപ്പമല്ലേ, മാർക്കോയും കണ്ണനും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവളെ നമ്മൾ എന്ത് ചെയ്താലും ചോദിക്കാനും പറയാനൊന്നും ആരും വരില്ല. ആ സമയത്ത് മേഘം പറയുന്നുണ്ട്, അവളെ കൊന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്കവളെ ഭീഷണിപ്പെടുത്തി അവളുടെ പേരിലുള്ള സ്വത്തുക്കളൊക്കെ ബലമായി തന്നെ ഒപ്പിട്ട് വാങ്ങിക്കാം, പിന്നെ അവൾക്ക് നമ്മളെ എതിർക്കാനൊന്നും പറ്റില്ല. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഉണ്ണിയും കരുണയും അങ്ങോട്ട് വരുന്നുണ്ട്. ഉണ്ണീനെയും കരുണേനെയും കണ്ടതും മേഘനാഥൻ, നിങ്ങൾ വന്നോ, ഞാൻ നിങ്ങളെയും കൂടി കാണാമെന്ന് വിചാരിച്ചാൽ വന്നേന്ന് പറയുമ്പം ഉണ്ണി ചോദിക്കുന്നുണ്ട്, ശരിക്കും സാഗർ ആസ്പത്രി തന്നെയാണോ മേഘേട്ടാന്ന് ചോദിക്കുമ്പോൾ, അതെന്താണോ ഉണ്ണി നീ ഇപ്പം അങ്ങനെ ചോദിക്കണം, നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ, ഇന്ന് സാഗറിനെയും മഞ്ജുവിനെയും പോലെയുള്ള ആളുകളെ ഞങ്ങൾ ബീച്ചിൽ വെച്ച് കണ്ടിരുന്നു, ശരിക്കും കണ്ടാൽ സാഗറും മഞ്ജുവാന്നേ തോന്നുള്ളൂ, അപ്പം നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചില്ലേന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവരവിടെ നിന്ന് പോയി. ഇനിയിപ്പോൾ അത് സാഗറും മഞ്ജു ആണോന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന്. ഇതേസമയം നമ്മളുടെ സാഗറും മഞ്ജുവും തിരിച്ച് സാഗറിൻ്റെ വീട്ടിൽ വന്നിട്ട് വേഗം തന്നെ അവർ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഉണ്ണിയും കരുണയും അവരെ ഫോളോ ചെയ്ത് വരുന്നുണ്ടോ എന്നുള്ള ഒരു പേടിയോടുകൂടി തന്നെയാണ് അവർ അകത്തേക്ക് കയറി പോകുന്നത്. എന്നിട്ട് അകത്ത് കയറിയതും നമ്മളുടെ സാഗറാണെങ്കിൽ ഡോർ പെട്ടെന്ന് തന്നെ അടച്ച് ലോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേസമയം നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മി ആണെങ്കിൽ അവരുടെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് അനന്തും ലേഖയും കൂടി അവരുടെ റൂമൊക്കെ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച് എല്ലാം ചെയ്ത് കൊടുത്തിട്ട് മഹാലക്ഷ്മിയുടെ കയ്യിൽ ലേഖ ഒരു ഗ്ലാസ് പാലും കൊടുത്തിട്ട് കണ്ണൻ്റെ റൂമിലോട്ട് പറഞ്ഞു വിടുന്നുണ്ട്. ആ സമയത്ത്
ലേഹയാണെങ്കിൽ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, മഹി ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി ഞങ്ങൾ കറക്റ്റ് 10 മാസമേ കാത്തു നിൽക്കുള്ളൂ. അതെന്തിനാണ് ലേഹയെന്ന് ചോദിക്കുമ്പം നിങ്ങളുടെ ഒരു കുഞ്ഞിനെ ഞങ്ങളുടെ കയ്യിലോട്ട് വെച്ച് തരണം, അതിനു വേണ്ടി 10 മാസം മാത്രമേ കാത്തു നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ സമ്മതിക്കൂല കേട്ടോന്ന്. അത് കേട്ടത് നമ്മളുടെ മഹാലക്ഷ്മിക്കാണെങ്കിൽ സന്തോഷമാവുന്നുണ്ട്, ഭയങ്കരമായിട്ട് നാണമാവുന്നുണ്ട്. എന്നാൽ ശരിയെന്നും പറഞ്ഞാൽ മഹാലക്ഷ്മി പോകുന്ന ആ ഒരു ഇതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.